അന്ന് അനുഭവിച്ച ആ തിക്താനുഭവങ്ങളുണ്ടല്ലോ ഇന്നെൻ്റെ അസറ്റാണ്. ഇത് എല്ലാവർക്കും മനസ്സിലാക്കാനുള്ള ഒരു സന്ദേശം കൊടുക്കാനുള്ളൂ. നിങ്ങളെ ആരെങ്കിലും വിമർശിക്കുന്നുണ്ടെങ്കിൽ, നേരത്തെ പറഞ്ഞ അതേ ചോദ്യത്തിന് വിമർശിക്കുന്നെങ്കിൽ എടുത്തോളൂ, നിങ്ങളുടെ മാറ്റം അവിടെയാണ് കിടക്കുന്നത്. നിങ്ങൾ ആര് പ്രശംസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മാറില്ല. വിമർശനമാണ് നമ്മളെ ചവിട്ടുപടി. പോസിറ്റിവിറ്റി എന്ന് പറയുന്ന സംഭവമേ ശ്രദ്ധിക്കണ്ട. ഈ കേൾക്കുമ്പോൾ നിങ്ങൾ ഒരു പറഞ്ഞില്ലേ, ഒരാൾ നെഗറ്റീവ് താഴെ കമൻറ്റ് ചെയ്യുന്നുണ്ടോ, അത് നെഗറ്റീവാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നമ്മളുടെ ഒരു കാര്യം നേടാനായിട്ട് യഥാർത്ഥത്തിൽ നമുക്ക് എന്താ വേണ്ടത്? എന്ത് ചെയ്താലും നമുക്ക് നേടാൻ പറ്റും. എന്ത് കാര്യമാവട്ടെ നേടണമെങ്കിൽ യഥാർത്ഥത്തിൽ എന്ത് ചെയ്താലും നമുക്ക് നേടാൻ പറ്റുക. ഒരു വീഴ്ചയിൽ നമ്മൾ എന്താണ് ചെയ്യുക? നമ്മൾ തകർന്നടിഞ്ഞ് പരിതപിച്ച് കംപ്ലീറ്റ് ആയിട്ട് പിന്നെയുള്ള ലൈഫ് സ്പോയിൽ ചെയ്യാണ്. എനിക്ക് എല്ലാവർക്കും പറയാനുള്ള അത്രേ ഉള്ളൂ. ആരെയും നമ്മൾ വിശ്വസിക്കുകയോ അവിശ്വസിക്കുകയോ ചെയ്യേണ്ടതല്ല. നമ്മൾ നമ്മുടെ ഒരു പൊസിഷൻ കീപ്പ് ചെയ്യുക. നമ്മളതിൽ മതി. മെഡിറ്റേഷൻ്റെ ഒരു പവർ. പല ആളുകൾക്കും തെറ്റിദ്ധാരണകളുണ്ട്. ഒരു മെഡിറ്റേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഓരോ ആളെയും മനസ്സിലാക്കുക, കേൾക്കുക. എല്ലാം നമുക്ക് എല്ലാവരുടെയും പ്രധാന വിഷയം എന്ന് വെച്ചാൽ പറയാനാണ് തിടുക്കം. നമസ്കാരം, അബാക് മീഡിയയിലേക്ക് സ്വാഗതം. അബാക് മീഡിയയിൽ ഇന്ന് അതിഥി ദിനേശ് മുങ്കത്താണ്. എഴുത്തുകാരനും ഹാപ്പിനെസ് ലൈഫ് കോച്ചുമായ ദിനേശ് മുങ്കത്ത്. ഇദ്ദേഹത്തിൻ്റെ വീഡിയോകൾ, ഇൻ്റർവ്യൂ നേരത്തെയും അബാക് മീഡിയയിൽ വന്നിട്ടുണ്ട്. പക്ഷേ അന്ന് എനിക്ക് അദ്ദേഹത്തിനൊപ്പം ഇരിക്കാൻ സാധിച്ചില്ല. ഇന്ന് നാട്ടിലെത്തിയപ്പോൾ ഞാൻ റിക്വസ്റ്റ് ചെയ്ത പ്രകാരം കുറച്ച് സമയം നമുക്ക് വേണ്ടി അനുവദിച്ചിരിക്കുന്നു. നമസ്കാരം സാർ. നമസ്കാരം രോഹിത്, താങ്ക് യു. കഴിഞ്ഞ തവണ നമ്മൾ സ്റ്റുഡിയോയിലാണ് എത്തിയത്. അന്ന് ഞാൻ ഉണ്ടായിരുന്നില്ല. എങ്കിലും ഇപ്പോൾ കാണാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. എങ്ങനെ പോകുന്നു സാർ? ഇന്നലെ എനിക്ക് തോന്നുന്നു ഒരു വലിയ ഒരു സെഷൻ കഴിഞ്ഞിട്ട് അതിൻ്റെ ക്ഷീണത്തിലാണെന്ന് തോന്നുന്നു. ആദ്യം തന്നെ രോഹിത്തിനോട് പ്രത്യേകിച്ച് നന്ദി പറയാനുണ്ട്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം രോഹിത്തിനെ കാണാൻ വേണ്ടിയാണ് അബാക് മീഡിയ വരെ വന്നത്. പക്ഷെ അന്ന് നിങ്ങൾ ഈ ഇലക്ഷൻ തിരക്കായതുകൊണ്ടാണ് സംസാരിക്കാതെ. ഒന്നാമത് തിരുത്തിക്കോട്ടെ, ഇന്നലെ വലിയൊരു ആൾക്കൂട്ടത്തെ എന്നെ സംബന്ധിച്ച് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കുറേ ആൾക്കാരുടെ കൂടെ രാവിലെ 8 മണി മുതൽ രാത്രി 5:30 മണി വരെ, പിന്നെയും 8:30-9 മണിയാണ് എല്ലാവരും പോകുമ്പോൾ. അത്രയും സമയം പൂർണ്ണമായിട്ടും എനർജൈസ് ചെയ്ത് നിൽക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് അതിൻ്റെ എനർജിയാണ് ഇപ്പോൾ ഇരിക്കുന്നത്, ക്ഷീണമല്ല, ഫുള്ളി എനർജൈസാണ്. കാരണം നമ്മളെപ്പോഴും പറയാമല്ലോ, നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെട്ടതിന് പാഷൻ, ഇഷ്ടപ്പെട്ട ആൾക്കാരുടെ ഇഷ്ടപ്പെട്ടതിൽ നിൽക്കുമ്പോൾ നമ്മൾ വല്ലാത്തൊരു വൈബായിരിക്കും. ഇന്നലെ വന്ന ഓരോരുത്തരുടെയും അത് തന്നെയാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ അടുത്ത സെഷൻ കൂടി നമ്മൾ തിരുവനന്തപുരത്ത് ഈ മാസം തന്നെ 16-ാം തീയതി 17-ാം തീയതി നടക്കുകയാണ്. അതെ, ഞാൻ അതിനകത്തൊരു ക്ലാരിറ്റി വരുത്തിക്കോട്ടെ. ഈ സെഷൻ എന്ന് പറയുമ്പോൾ സാധാരണക്കാർക്ക് മനസ്സിലാവില്ല എന്താണ് ഈ ഒരു ദിവസത്തെ ക്യാമ്പിൽ ചെയ്യുക എന്നുള്ളത്. എന്താണ് ഈ വരുന്ന 100-150 പേരെ ഒരുമിച്ചിരുത്തിയിട്ട് നമ്മൾ എന്താ ചെയ്യുക? സെഷൻ എന്ന വാക്കിനപ്പുറത്തേക്ക്, അല്ലെങ്കിൽ ക്യാമ്പ്, ഇത് രണ്ടും നടക്കുന്നില്ല അവിടെ. നമ്മൾ പരസ്പരം നമ്മൾ ഒരു റിയലൈസേഷൻ മാത്രമാണ് നടത്തുന്നത്. റിയലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഞാനിവിടെ വലിയ കാര്യങ്ങളും ഞാൻ പറയേണ്ടത്. എൻ്റെ ഒരു സെഷനിലും ഇപ്പോൾ ഒരു 1500-ഓളം യൂട്യൂബ് ഫ്രീ വീഡിയോസ്, ക്ലാസ്സുകൾ, സൂം സെഷനുകൾ, ഡെയിലി ക്ലാസ്സാണ്. ഡെയിലി യൂട്യൂബ് സൂം സെഷൻസാണ് ഞാൻ കൊടുക്കുന്നത്, ഫ്രീ ആയിട്ടും പെയ്ഡും ക്ലാസ്സുകളുണ്ട്. ഞാനിവിടെ എല്ലാവരും പറഞ്ഞ ഒരു പോയിൻ്റേ ഉള്ളൂ, ഞാൻ നിങ്ങളെ ഒന്നും പഠിപ്പിക്കണില്ല, ഒരു കാര്യം പഠിപ്പിക്കണില്ല. ഞാൻ നിങ്ങളിൽ ഇരിക്കുന്ന സ്ഥാനത്തെ തൊട്ട് കാണിക്കുക മാത്രമേ ഉള്ളൂ. ഇതല്ലേ നിങ്ങളുടെ അവസ്ഥ എന്ന് ചോദിക്കുക മാത്രമേ ഉള്ളൂ. അപ്പോഴാണ് മനസ്സിലാവുന്നത് ഇതെനിക്ക് വേണ്ടതും ഇത് വേണ്ടാത്തതാണ്. ആ വേർതിരിവ് മാത്രമേ നമ്മൾ ചെയ്യുള്ളൂ. നമ്മുടെ ഏത് സെഷനിൽ വന്നാലും നിങ്ങൾ വേർതിരിക്കുക എന്നത് മാത്രമേ നമുക്ക് പറയുള്ളൂ. നിങ്ങൾക്ക് ഇന്നത് ഇപ്പോൾ രോഹിത് എൻ്റെ മുമ്പിൽ ഇരിക്കണു, ദർ വിൽ ബി എൻ ഇൻറ്റൻഷൻ, അല്ലേ? എല്ലാത്തിനും നമുക്ക്. ഇപ്പോൾ ഈ ചെടി വളരുന്നത് എന്തിനാണ്? ചെടിക്ക് ഒരു ഉദ്ദേശം ഉണ്ടാവും. ഈ ഉദ്ദേശത്തിൽ മനസ്സിലാവാത്ത ചെടി വളർന്നാൽ അത് കാടായിത്തീരും, അല്ലേ? അല്ലെങ്കിൽ ആവശ്യമില്ല. നമ്മൾ അത്രയും ചെയ്യാനുള്ളൂ, അതിനൊന്ന് പാകുക. അപ്പോൾ അതെങ്ങനെ സാധിക്കുമെന്ന് വെച്ചാൽ ഓരോ ആളെയും മനസ്സിലാക്കുക, കേൾക്കുക. എല്ലാം നമുക്ക് എല്ലാവരുടെയും പ്രധാന വിഷയം എന്ന് വെച്ചാൽ പറയാനാണ് തിടുക്കം, അല്ലേ? പക്ഷേ പറയാൻ തിടുക്കമുള്ളവൻ അവൻ്റെ ചിന്തകൾ എപ്പോഴും എന്ത് മറുപടി പറയണമെന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് സ്വീകരിക്കാനാണല്ലേ. നമുക്കെന്തോ വേണം. എല്ലാവരും തേടുന്നത് എന്താണ്? എന്തോ എനിക്ക് വേണം. പക്ഷെ നമ്മൾ വെമ്പുന്നത് എന്തിനാണ്? എന്തോ പറയാനാണ്. ഇത് രണ്ടും തമ്മിലുള്ള ആ ഒരു അന്തരമുണ്ടല്ലോ, ഇവിടെ മാത്രമാണ് വിഷയം. ഞാനത് മാത്രമേ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. നമ്മൾ മാറ്റപ്പെടുത്താൻ വേണ്ടി ഇങ്ങ് ഓടുകയാണ്. പക്ഷെ മാറ്റം സംഭവിക്കുന്നത് ഓടുമ്പോഴാണോ ഇരിക്കുമ്പോഴാണോ? ഇരിക്കുമ്പോഴാണെന്ന് തോന്നുന്നു. അതാണ് വിഷയം. ആ ഒരു ഡിഫറൻസ് മാത്രം. നിങ്ങളിരിക്കൂ, സ്വസ്ഥമായിരിക്കും. നമ്മൾ സിമ്പിളായിട്ട് പറയാം, പഞ്ചേന്ദ്രിയങ്ങളെല്ലാം പുറത്തോട്ടാണ് തുറന്നു വെച്ചിരിക്കുന്നത്. മാറ്റമുണ്ടാക്കിയവൻ പഞ്ചേന്ദ്രിയം പുറത്തോട്ട് തുറന്നു വെച്ചിട്ട് ഓടിയവൻ ആരെങ്കിലും മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇല്ല. പഞ്ചേന്ദ്രിയങ്ങളെ അകത്തോട്ട് വലിച്ചവൻ മാത്രമേ മാറ്റം ഉണ്ടാക്കും. എന്ന് വെച്ചാൽ എന്ത് നിങ്ങൾ തേടുന്നുവോ
അതെല്ലാം ആദ്യം വേണമെന്ന് അകത്താണ് തീരുമാനിക്കുന്നത്, എന്നിട്ടാണ് തേടുക. അപ്പോൾ ഈ അകത്ത് തീരുമാനിച്ചതിന് ശ്രദ്ധിക്കാത്ത ഓടിയാൽ പുറത്ത് കിട്ടിയത് എന്തെങ്കിലും അകത്തോട്ട് ചെല്ലുമോ? ഇല്ല. അത് മാത്രമാണ് നമ്മുടെ ഏക സത്യം എന്ന് പറയുന്നത്. അതാണ് പ്രകൃതി സത്യം. അതിനെ എങ്ങനെ നിങ്ങൾക്കൊന്ന് ലളിതമായി പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും, അത് ശ്രമമാണ് ഞാൻ നടത്തുന്നത്. അവിടെ കോംപ്ലിക്കേഷൻസ് ഇല്ല, ഒരു സിസ്റ്റംസ് ഒന്നുമില്ല, വളരെ ലളിതമായി പറഞ്ഞ് മനസ്സിലാക്കാം. ഇതെല്ലാം കേൾക്കുന്ന നമ്മുടെ പ്രേക്ഷകർ, നമ്മുടെ നല്ല ഡിജിറ്റൽ മീഡിയയിലുള്ള പ്രേക്ഷകർ, ഇപ്പം നമ്മുടെ പ്രേക്ഷകരെ പറ്റി പറയാം, 99% ആളുകൾ ഇതിനെ പോസിറ്റീവായിട്ട് എടുക്കുന്നവരാണ്. പക്ഷെ 1% ആളുകൾ ഉണ്ടാവും എന്തിനേയും നെഗറ്റീവ് കണ്ടെത്തുന്നത്. ഇവർ വിചാരിക്കുന്നത് ഇതെല്ലാം നമ്മൾ നമ്മുടെ ഉപജീവനത്തിനും മണി മേക്കിങ്ങിനും വേണ്ടി പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ. ചില കമൻറ്റുകൾ നമ്മൾ അങ്ങനെ ശ്രദ്ധിച്ചതുകൊണ്ടാണ് ഞാനിത് ചോദിക്കുന്നത്. യഥാർത്ഥത്തിൽ ദിനേശ് മുങ്കത്ത് എന്ന് പറയുന്ന വ്യക്തി താങ്കളുടെ ഒരു ലൈഫ്, ഒരു കരിയർ എന്താണ് ചെയ്യുന്നത്? ഇതൊന്ന് പറഞ്ഞേക്കും. അബുദാബിയിലാണെന്ന് അറിയാം, ഇവിടെ ക്ലാസ്സുകൾക്ക് മാത്രമാണ് വരുന്നതെന്ന് പറയും. അവിടെ എന്താണെന്ന് വെച്ചാൽ ഒരു ഞാനെപ്പോഴും എന്തും പുഞ്ചിരിയോട് നേരിടാൻ ശീലിച്ചുള്ള ആളാണ്. അങ്ങനെയല്ലായിരുന്നു, ഇപ്പം ശീലിച്ചിരിക്കുന്നു. ഞാൻ ആക്ച്വലി ഒരു പ്യുവർ ബിസിനസ് മാനാണ്. കുറേ വർഷങ്ങളായിട്ട് ബിസിനസ്, 26 വർഷമായി ഗൾഫിൽ. അപ്പം അറിയാം എത്ര വർഷം, ഒരു 22 കോളേജ് ആ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് എങ്ങനെ ചാടിപ്പോയതാണ്. അവിടുന്ന് ഒരുപാട് നമുക്കെപ്പോഴും വ്യഗ്രതയായിരിക്കും, എന്തെങ്കിലുമൊക്കെ വെട്ടിപ്പിടിക്കണം, നേടണം. ഇതൊക്കെ കഴിഞ്ഞ് അങ്ങനെ പോയപ്പോൾ ഞാൻ ഒന്നിനെയും, അതെല്ലാം പാഠങ്ങളായിരുന്നു. ഒരുപാട് പ്രവർത്തിച്ചു. 18 മണിക്കൂർ 19 മണിക്കൂറൊക്കെ ഡ്യൂട്ടി. ബാക്കി പറയണ്ടല്ലോ. കുടുംബം വന്നപ്പോഴും കുടുംബം ഉണ്ടായപ്പോഴും ഞാൻ അതിനകത്ത് ഒരു ബെനിഫിറ്റ് ആയിട്ടുള്ളതെന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ അച്ഛൻ ചെറിയ പ്രായത്തിൽ നഷ്ടപ്പെട്ട. അതുകൊണ്ട് അച്ഛൻ്റെ സ്നേഹം ജസ്റ്റ് അനുഭവിച്ച ചെറിയ പ്രായത്തിലേ ഉള്ളൂ. പിന്നെ അമ്മയായിരുന്നു എല്ലാം, അല്ലെങ്കിൽ പിന്നെ അത് കഴിഞ്ഞ് മൂത്ത ജ്യേഷ്ഠന്മാരായിരുന്നു. അപ്പോൾ അവരുടെ ആഗ്രഹങ്ങൾ അവർ പറയുന്നതൊക്കെ ഫോളോ ചെയ്യുക, സിമ്പിളായിട്ട് ചെയ്യുക. പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ തന്നെ ഫ്രീഡമാണ്. ആരെയും ഒരിക്കലും നമുക്ക് അവർ പറയാതെ കേൾക്കാതിരുന്നിട്ടോ ഒന്നും നമുക്ക് അങ്ങനെ യാതൊരു വിഷയങ്ങളേ ഇല്ല. പക്ഷേ ജീവിതത്തിൽ ഒരു പോയിന്റിലെത്തുമ്പോൾ ഈ ഞാൻ അനുഭവിച്ച വിഷയം തന്നെ എളുപ്പത്തിൽ പറയാം. ഞാൻ ചെറുപ്പം മുതലേ എല്ലാവരിൽ നിന്നും റിജക്ഷൻ മാത്രം അനുഭവിച്ചൊരു മനുഷ്യരാണ്. ഒന്ന് ഞാൻ വെറുതെ സിമ്പിളായിട്ട് പറയുന്നത്, എല്ലാവരും കേൾക്കുന്നവർക്ക് മനസ്സിലാക്കാണ്ട് സിമ്പിളായിട്ട് പഴയയിലേക്ക് പോകും. ഒന്ന്, ഞാൻ നീളം കൂടുതലാണ്. എല്ലാവരിലും പല പേരുകളിലാണ് വിളിക്കപ്പെടുന്നത്. എൻ്റെ മുടി ചീക്കാൻ നിൽക്കത്തില്ല, അപ്പോൾ അതുകൊണ്ട് മുടി ഒരു വിഷയമാണ്. പല്ല് എപ്പോഴും വളഞ്ഞും തിരിഞ്ഞൊക്കെ ആയിരിക്കണം, അതുകൊണ്ട് വിഷയമാണ്. പക്ഷെ കാണാൻ വെളുത്തിട്ടാണ്, അതുകൊണ്ട് ആ ഒരു കോംപ്ലക്സ്. സുന്ദരനാണ്, അത് ഓക്കെ, അത് ഞാൻ പറയില്ല, ആൾക്കാരും അന്ന് ആരും പറഞ്ഞിട്ടില്ല. അന്നെല്ലാം എല്ലൂന്നിയ ഒരു ചാവാലിപ്പയ്യ, അത് വലിയൊരു ഇൻഫ്യൂരിറ്റി കോംപ്ലക്സ് ആയിരുന്നു. പക്ഷേ ആ കോംപ്ലക്സ് വെച്ച് ഒരുപാട് വർഷങ്ങൾ കോളേജിൽ ഒറ്റപ്പെടുത്തും, കൂട്ടുകാരുണ്ടായാലും പലത്തും ഇതൊക്കെ അനുഭവിച്ചു. സാധാരണ പറയണം, ആൾക്കാർക്ക് മനസ്സിലാവും. പക്ഷേ ഇതൊക്കെ ഉണ്ടായപ്പോൾ നമുക്ക് ഒരു സമയം കഴിയുമ്പോൾ നമുക്ക് ഇതിനൊക്കെ തിരുത്തണം എന്നുള്ളൊരു തോന്നൽ വരും. അപ്പോൾ എല്ലാത്തിനെയും തട്ടിത്തെറിപ്പിച്ചത് ഉണ്ടാക്കാനുള്ളൊരു വ്യഗ്രത ഉണ്ടാവും. ആ വ്യഗ്രതയിൽ തന്നെ ഒരുപാട് നമുക്ക് വേണ്ടതെല്ലാം സ്വരൂപിച്ച് വെച്ചു. എല്ലാം നമുക്ക് പറ്റുന്നത് ബില്യൺസൊക്കെ ഉണ്ടാകുന്നില്ല, ആരോടും വാശിയല്ല. നമ്മൾ ഇതെല്ലാം തിരുത്തണം. ആദ്യം വിചാരിച്ചത് തടി കൂട്ടണം. ചെറുപ്പകാലത്ത് ഈ തടി അങ്ങനെ ഗൾഫിൽ പോയി നമ്മൾ അതൊക്കെ സ്വസ്ഥമായിട്ട് നടന്നു. ഇന്നതൊന്നും പറയാൻ പറ്റില്ലല്ലോ. പക്ഷേ ഇന്ന് അതിൻ്റെ പ്രധാനപ്പെട്ട അന്ന് അനുഭവിച്ച ആ തിക്താനുഭവങ്ങളുണ്ടല്ലോ, ഇന്നെൻ്റെ അസറ്റാണ്. അല്ലേ? ഇപ്പം നിങ്ങൾ എന്നെ കാണുന്ന പേഴ്സണാലിറ്റി, ഇത് എല്ലാവർക്കും മനസ്സിലാക്കാനുള്ള ഒരു സന്ദേശം കൊടുക്കാനുള്ളൂ. നിങ്ങളെ ആരെങ്കിലും വിമർശിക്കുന്നുണ്ടെങ്കിൽ, നേരത്തെ പറഞ്ഞ അതേ ചോദ്യത്തിന് വിമർശിക്കുന്ന നിങ്ങൾ എടുത്തോളൂ, നിങ്ങളുടെ മാറ്റം അവിടെയാണ് കിടക്കുന്നത്. നിങ്ങൾ ആര് പ്രശംസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മാറില്ല. വിമർശനമാണ് നമ്മളെ ചവിട്ടുപടി. വിമർശിച്ചോട്ടെ. നെഗറ്റിവിറ്റി പോസിറ്റിവിറ്റി എന്ന് പറയുന്ന സംഭവമേ ശ്രദ്ധിക്കണ്ട. ഈ കേൾക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞില്ലേ, ഒരാൾ നെഗറ്റീവ് താഴെ കമൻറ്റ് ചെയ്യുന്നല്ലോ, അത് നെഗറ്റീവാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് യു ഹാവ് സംതിങ് ടു ചേഞ്ച് യുവർ തിങ്സ്. ഇത്ര മാത്രം എടുത്താൽ മതി. ഞാനത് ഓഫീസിൽ പറയും, ഈ പഠിച്ചിറങ്ങിയിട്ട് പുതിയ പിള്ളേർ സബ് എഡിറ്റേഴ്സായിട്ട് വരും. നമുക്ക് ന്യൂസ് ചാനലുണ്ടല്ലോ, അപ്പോൾ അതിൽ സബ് എഡിറ്റേഴ്സായിട്ട് വരുന്ന കുട്ടികൾ ചില വീഡിയോകൾ വൈറലാവും. അപ്പോൾ നമ്മുടെ കൂടെ ഇരിക്കുമ്പോഴായിരിക്കും വൈറലാവുക. നമ്മൾ ചിലപ്പോൾ നിശ്ചിതമായ വിമർശനങ്ങളോ പരിഹാസ രൂപേണ വിമർശനങ്ങളോ വരുമ്പോൾ ഒരു CPM കാരനാണ് വിമർശിക്കുന്നത്, കോൺഗ്രസ്സുകാരൻ എന്തായാലും വന്നതിന് അത് പ്രോത്സാഹിപ്പിക്കും. CPM വന്ന് തെറി പറയുന്ന അവസ്ഥയില്ല. അപ്പോൾ ഈ കുട്ടികളൊക്കെ ഭയങ്കര ഡെസ്പാവും. അയ്യോ എനിക്ക് തെറി വിളിച്ചു, എന്നെ തെറി വിളിച്ചു, ഭയങ്കരമായ തെറിയൊക്കെ വരും. അപ്പം ഞാൻ പറഞ്ഞു, ഒരിക്കൽ നിനക്ക് തെറികൾ ഇനി കേട്ടോ, നീ രക്ഷപ്പെട്ടു തുടങ്ങി എന്നുള്ള അർത്ഥമാണ്. എത്ര പേര് പ്രശംസിച്ചിട്ടും കാര്യമില്ല, എതിർപ്പ് വന്ന് തുടങ്ങി, നീ രക്ഷപ്പെട്ടു, നീ ഇവിടെ തുടങ്ങുകയാണ് നിന്റെ കരിയർ. അതെന്താണെന്ന് വെച്ചാൽ അതങ്ങനെ അതിനകത്ത് വേറൊരു കാര്യമുണ്ട്. എതിർപ്പിൽ പറയുന്ന കാര്യത്തെ ഉൾക്കൊള്ളാൻ നിനക്ക് പറ്റുന്നുണ്ടോ എന്നുള്ളത്. പറ്റിയില്ലെങ്കിൽ ദാറ്റ്സ് മിസ്റ്റേക്ക്. ആ എതിർപ്പ് പറയുന്നവനല്ല, നിനക്കാണ്. കാരണം നീ സമൂഹത്തെ മുഴുവൻ അംഗീകരിക്കാൻ തയ്യാറല്ലെങ്കിൽ ദാറ്റ് മീൻസ് യു ഹാവ് ഈഗോ, അല്ലേ? ആ ഈഗോ കൊണ്ട് നടന്ന പിന്നെ എങ്ങനെ സമൂഹം പറയട്ടെ.
സമൂഹം പറയട്ടെ. കാരണം സമൂഹത്തിന് എക്സ്പെക്ടേഷൻ ഉണ്ടെന്നല്ലേ പറയുള്ളൂ. ഇപ്പോൾ രോഹിത്തിൻ്റെ വീഡിയോ, രോഹിത്തിൻ്റെ സംഭാഷണം കേൾക്കാൻ എനിക്കൊരു എക്സ്പെക്ടേഷൻ ഉള്ളതല്ലേ ഞാൻ രോഹിത്തിൻ്റെ അടുത്ത് വരുന്നത്. ഇല്ലെങ്കിൽ ഞാൻ രോഹിത്തിനെ കാണണോ? എൻ്റെ ചോയ്സ് അല്ലേ. ഞാൻ ഇപ്പം തെറി പറയുന്നവരോട് പറയാനുള്ള എത്രയാണ് നിങ്ങൾ. ഇപ്പം എൻ്റെ വീഡിയോയിൽ ചൊറി വളരെ കുറവാണ്. കാരണം ഞാൻ സംസാരിക്കുന്ന പോലെ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എനിക്ക് ദൈവാദം ഞാൻ തെറി പറയുള്ളൂ. ഞാൻ തെറിയെ പറ്റി ചിന്തിക്കുന്നില്ല. ആരെങ്കിലും പറയുമെന്നും എനിക്ക് ആഗ്രഹമില്ല. പറഞ്ഞാലും എനിക്കതൊരു വിഷയമില്ല. അതുകൊണ്ട് ഞാൻ ലിബറലാണ്. തെറി പറയുന്നു പറഞ്ഞോ, അത് നിങ്ങളുടെ ചോയ്സാണ്. പക്ഷെ അത് സ്വീകരിക്കണോ വേണ്ടയോ എന്ന് ഞാൻ തീരുമാനിക്കണം. നിങ്ങൾ പറയുന്നത് എനിക്ക് തോന്നുകയാണ് ഇത് എന്നെ എഫക്റ്റ് ചെയ്യുന്നതാണ്, ദെൻ ഐ ഷുഡ് കറക്റ്റ് ഇറ്റ് അല്ലേ. ഇല്ലെങ്കിൽ എന്നെ സംബന്ധിച്ച് എന്താ വിഷയമുള്ളത്? അത് അയാളുടെ വികാരമല്ലേ, അയാൾ പ്രകടിപ്പിച്ചോട്ടെ. എനിക്കതിലൊരു വിഷയമല്ലല്ലോ. ഇപ്പം നാളെ ഞാനിപ്പോൾ അത്ര വലിയ ട്രെൻഡി ഒന്നുമല്ല. ട്രെൻഡിയായ ഒരുപാട് മോട്ടിവേഷൻ സ്പീക്കേഴ്സൊക്കെ ഉണ്ട്. അവർ വിളിക്കുന്ന തെറികളൊക്കെ ഉണ്ട് എന്ന് കേൾക്കുന്നുണ്ട്, ഞാൻ കണ്ടിട്ടില്ല. അവരിന് പ്രതികരിക്കുന്നുണ്ട്. ഞാൻ അവരോടും പറയാനുള്ള ഒരു കാര്യമുള്ളൂ, നിങ്ങളെ വിളിച്ചോട്ടെ ആൾക്കാർ, അവരുടെ വികാരമല്ലേ, നിങ്ങളുടെ വികാരമല്ലല്ലോ അത്. ആ വികാരത്തിൽ നിങ്ങൾ ജമ്പ് ചെയ്യുന്നതിനാ? അല്ല, ഇതിൻ്റെ ഒരു മാർക്കറ്റിംഗ് സൈഡ് നോക്കിയാണെങ്കിൽ ഒരു പ്രശംസ വരുന്നതിൻ്റെ 100 ഇരട്ടി എഫക്റ്റാണ് ഒരു തെറിവിളി വന്നത്. ചില നെഗറ്റീവ് ഞാൻ എൻജോയ് ചെയ്യുന്നൊരു കാര്യമുണ്ട്. അബാക് മീഡിയ തുടങ്ങിയ സമയത്ത് ഞാൻ അന്നത്തെ സ്പിരിച്വൽ ഗുരുക്കന്മാരുടെ അടുത്ത് ഇൻ്റർവ്യൂ ഇട്ടു. എന്നെ അതിനകത്ത് എൻ്റെ ഈ പ്രേക്ഷകർ വിളിച്ചിട്ടുള്ള തെറി ഇത്രയും വേറൊരാൾക്കും കിട്ടിയിട്ടുണ്ടാവില്ല. ഇവൻ അഹങ്കാരമാണ്, ഇവൻ അങ്ങനെയാണ്, കാരണം ഞാൻ അന്ന് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നത് അങ്ങനെയാണ്. കാരണം ഇത് ഒന്നിനെ വിമർശിച്ചത് എന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണല്ലോ നമ്മൾ ആ ഒരു പദത്തിലേക്ക് എത്തിപ്പെടാൻ സാധിക്കുക എന്ന് പറയുന്നത്. ഞാൻ ഇപ്പോഴും ആ പഴയ വീഡിയോസ് എടുത്ത് കമൻറ്റ് വായിക്കും. ഞാൻ ഡൗൺ ആവുമെന്ന് തോന്നുമ്പോൾ ഞാൻ ആ കമൻറ്റുകൾ വായിക്കും. ഇത്രയും തെറിവിളി കേട്ടിടത്തു നിന്നാണ് ഇത്രയും പ്രേക്ഷകരെ നമുക്ക് കിട്ടിയത് എന്നുള്ള ഒരു ഇതാണ്. ഇപ്പോഴും ഇപ്പോൾ അബുദാബിയിൽ ബിസിനസ്സാണ്, കുടുംബത്തോടെ അബുദാബിയിലാണ്. മറ്റ് പല ബിസിനസ്സുകൾക്കൊപ്പമാണ് ഈ പറയപ്പെടുന്ന ലൈഫ് കോച്ചിങ്ങും മാനിഫെസ്റ്റേഷനും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് സമയം മാറ്റി വെക്കുന്നത്. അതെ, ബിസിനസ് ഇതൊക്കെ യാദൃശ്ചികമായി എത്തിപ്പെട്ടതാണ്. അല്ലെങ്കിൽ മുമ്പേ ഞാൻ അടുത്ത കാലത്ത് ചെറിയൊരു സിമ്പിളായിട്ട് സ്റ്റോറി പറയാം. നമ്മളെന്തോ സംഭവം ഒന്നും പറയാനില്ല, ഇതെല്ലാവർക്കും ഉള്ള കാര്യങ്ങൾ തന്നെയാണ്. എല്ലാവരും നിരന്തരം ഓടിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും ജീവിതത്തെ കെട്ടിപ്പടുക്കണം. നമ്മുടെ എല്ലാവരും ഇൻറ്റൻഷൻ അത്രയേ ഉള്ളൂ. പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ജീവിതത്തെ കെട്ടിപ്പടുക്കാൻ നിരന്തരം ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ജീവിതം നമ്മളോട് വലിയൊരു സെറ്റ് ബാക്ക് തന്നാൽ എന്ത് ചെയ്യും? ഒരു വീഴ്ചയിൽ നമ്മൾ എന്താണ് ചെയ്യുക? നമ്മൾ തകർന്നടിഞ്ഞ് പരിതപിച്ച് ഓർത്ത് കംപ്ലീറ്റ് ആയിട്ട് പിന്നെയുള്ള ലൈഫ് സ്പോയിൽ ചെയ്യാണ്. എനിക്ക് എല്ലാവരോടും പറയാനുള്ള അത്രേ ഉള്ളൂ, ചതിയും വഞ്ചനയും ഈ ലോകത്തുണ്ടെങ്കിൽ അതതിൻ്റെ വഴിക്ക് പോകുന്നു. പക്ഷെ ആ സമയത്ത് ഒരാൾ നമ്മളെ ചതിച്ചു. ഞാൻ ഒരു ഉദാഹരണം പറയാം. ഞാൻ 5ഓളം ബിസിനസ്സുകൾക്ക് മറ്റാൾക്കാരെ സഹായിക്കാനായിട്ട് ഞാൻ ഫണ്ട് കൊടുത്തിട്ട് നിങ്ങൾ ചെയ്തോ, ഞാനില്ല, നമ്മളില്ല, നിങ്ങൾക്ക് ഫണ്ട് തരാൻ, നിങ്ങൾ ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു ഏകദേശം ഒരു 10 കോടി രൂപയടക്കം പണികൾ കിട്ടിയിട്ടുണ്ട്. പൈസ 10 കോടി എടുത്തതല്ല, അവർ നടത്തിയിട്ട് 10 കോടിയിലധികം ബാധ്യതകൾ ഉണ്ടാക്കി വെച്ചിട്ട് അതിൻ്റെ ഉത്തരവാദിത്വം നമ്മൾ തലയിരുന്നു. ഓക്കെ, അവരെല്ലാം സന്തോഷത്തോടെ ഇരിക്കട്ടെ, ഞാൻ ആ കാശൊക്കെ സെറ്റിൽ ചെയ്ത് ക്ലിയർ ആക്കി. അവിടുന്ന് നമുക്ക് മനസ്സിലായൊരു കാര്യമുള്ളൂ, ആരെയും നമ്മൾ വിശ്വസിക്കുകയോ അവിശ്വസിക്കുകയോ ചെയ്യേണ്ടതല്ല. നമ്മുടെ ഒരു പൊസിഷൻ കീപ്പ് ചെയ്യുക, നമ്മളതിൽ മതി. എനിക്ക് ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ എൻ്റെ ഒരു അനുഭവം പറഞ്ഞതെന്ന് വെച്ചാൽ, ഞാനിതിലേക്ക് വരാനുള്ള കാരണം എന്ന് വെച്ചാൽ, ഞാൻ വായനയൊക്കെ എനിക്ക് ചെറുപ്പത്തിൽ ഇഷ്ടമാണ്, അതുപോലെ വായിക്കും. അപ്പോൾ പുസ്തകങ്ങൾ വാങ്ങിച്ചു വെക്കും. ഈ 16 മണിക്കൂർ 18 മണിക്കൂറും ജോലി ചെയ്യുന്ന ബിസിനസ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ എവിടെയോ വായിക്കാൻ സമയം ഇല്ല. അങ്ങനെ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ എനിക്കൊരു 4 കമ്പനികൾ, ഞങ്ങൾ ട്രേഡിംഗ് ആണ് ചെയ്തത്. 4 കമ്പനി ഒരു രാവിലെ എഴുന്നേക്കും പറയുകയാണ് 4 കമ്പനി ഷട്ട് ഡൗൺ ചെയ്തു, ക്ലോസ്ഡ്, ഫിനിഷ്. അപ്പോൾ ഏകദേശം ഒരു നല്ലൊരു എമൗണ്ടിനെ പറ്റി നല്ലൊരു എമൗണ്ട് കിട്ടാനുണ്ട്. അതായത് നല്ലൊരു എമൗണ്ട് എന്ന് വെച്ചാൽ, ഞാൻ അന്ന് കഴിയുമ്പോൾ 18 വർഷമായിരുന്നു ഞാനവിടെ. 18 വർഷം ഞാൻ ഈ പൈസ സേവ് ചെയ്ത് വെക്കുമല്ലോ, നമുക്ക് കുറച്ച് പ്രോപ്പർട്ടി മേടിക്കും, ബാക്കി കുറച്ച് അവിടെ സേവ് ചെയ്ത് വെക്കും. ഈ സേവ് ചെയ്ത പൈസ എത്രയാണോ ബാങ്കിൽ ഞാൻ വെച്ചത്, തത്തുല്യമായ എമൗണ്ട് ഞാൻ ഡെബിറ്റ് ഉണ്ട്. അതായത് ഈ കമ്പനിയിൽ നിന്ന് എൻ്റെ അടുത്ത് പോയിട്ടുണ്ട്. സെയിം എമൗണ്ട്, എക്സാക്ട്ലി സെയിം എമൗണ്ട്. അവിടെ നിന്ന് ഞാൻ തകരുകയല്ല ചെയ്തത്. ഞാൻ അവിടെ ഇരുന്ന് ആലോചിച്ചു, ഇത്ര കാലം ഓട്ടം കൊണ്ട് എന്താണ് നേടിയെന്ന് വെച്ചാൽ ഒന്നും നേടിയില്ലെന്നല്ല, എനിക്കതിനെ ബാലൻസ് ചെയ്ത് പോകാൻ പറ്റി. എത്ര ആൾക്കാർ തകർന്ന് തരിപ്പിടമായി പോയി. എനിക്ക് മാത്രം തകർച്ച എന്ന് പറഞ്ഞാൽ ഒരു ബാലൻസിങ് ചെയ്യാനുള്ളൊരു മെത്തേഡ് ദൈവം കൊണ്ടു തന്നില്ലേ. നമ്മളെല്ലാം വിശ്വസിക്കുന്ന ദൈവത്താണത് ആണല്ലോ. അപ്പോൾ എവിടെയോ ഒരു അലൈൻമെൻറ്റ് ആവശ്യമുണ്ട്. പിന്നെ ഞാൻ ഇരിക്കാൻ തുടങ്ങി. ഓഫീസൊക്കെ നോർമലി എൻ്റെ ഓഫീസും ബിസിനസ്സൊന്നും സംഭവിച്ചിട്ടൊന്നുമില്ല. ഞാൻ ഇതിനെ തിരിച്ച് ചിന്തിക്കാൻ തുടങ്ങി. അപ്പോഴിരുന്ന് ആലോചിച്ചപ്പോഴാണ് എൻ്റെ പുസ്തകത്തിൻ്റെ ഇടയിൽ നിന്ന് വാങ്ങിച്ചു വെച്ച പുസ്തകത്തിന് എന്നെ നോക്കി വിളിക്കേണ്ടത്. ഒരാളിവിടെ നിന്ന് ചിരിക്കേണ്ട, മാമോനെ ഇങ്ങോട്ട് വരൂ, നിൻ്റെ പരിഹാരം ഇവിടെ ഉണ്ട് എന്ന്. ഞാൻ അത്രേ പറയുള്ളൂ. ബാക്കിയുള്ള എല്ലാവർക്കും അറിയാം ഈ സമയത്ത് ഏത് മാനസികാവസ്ഥയിലേക്ക് കടന്നു പോകുന്നത് കേൾക്കുന്ന ഓരോരുത്തർക്കും അറിയാം. അതിനെപ്പറ്റി പറഞ്ഞിട്ട്
അവരൊന്നും ഇതാക്കേണ്ട ആവശ്യമില്ല. ആ പുസ്തകം കണ്ട് എടുത്തപ്പോൾ പേജുകൾ മറിച്ചപ്പോൾ ആദ്യത്തെ ഒരു വാക്ക് ഇത്രയേ ഉള്ളൂ, ഉദരേത് ആത്മാനാം ആത്മാനാഭാസ്. അവിടെ കഴിഞ്ഞു. അത് തുടക്കവും ഒടുക്കവും അത് തന്നെയാണ്. പിന്നെ യാത്ര ഒരു 6-8 വർഷമായി കണ്ടിന്യൂസ് അതിൽ തന്നെയാണ്. ഒറ്റ റൂട്ടീനാണ്. രാവിലെ 3:30 മണിക്ക് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആദ്യം ഈ പരിപാടികളൊക്കെ ചെയ്യും. 7 മണിയാകുമ്പോൾ ഓഫീസിൽ പോകും. 8 മണിക്ക് ഓഫീസ് സ്റ്റാർട്ട് ചെയ്യും. 5 മണി വരെ ഓഫീസിലേക്ക്. 5 മണിക്ക് വന്ന് 6:30 മണിയാകുമ്പോൾ നമ്മൾ ഫ്രീ സെഷൻസ് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ ബാക്കിയെല്ലാം. അപ്പോൾ അതിനുശേഷം ഓരോ കോഴ്സുകൾ പഠിച്ചു, ഓരോ ഡിഗ്രികൾ കരസ്ഥമാക്കി. ഞാനിന്നിപ്പോൾ ഒരു 6ഓളം ഡിഗ്രികൾ കഴിഞ്ഞ 4 വർഷം കൊണ്ട് സൈക്കോളജി ആയിക്കോട്ടെ, ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം PhD ഡോക്ടറേറ്റും കിട്ടി. ആ ഒരു മേഖല കംപ്ലീറ്റ് ചെയ്യും. അത് എവിടെയൊക്കെയോ ബാക്കി വെച്ച സാധനങ്ങൾ നമ്മൾ ഇനിയും എന്തൊക്കെയോ വന്ന് ചേരാനും കൊടുക്കാനും പറഞ്ഞു കൊടുക്കാനും പകർന്നു കൊടുക്കാനും ഒന്നും ഇപ്പോഴും എംപ്റ്റിന് ഒന്നുമില്ല, ഒരു ഇതുമില്ല. നമ്മൾ ഇന്നലെയും ഞാൻ പറഞ്ഞിരുന്നു, നമ്മൾ ഏൽപ്പിച്ചിട്ടുണ്ടോ അതങ്ങ് ചെയ്തു കൊടുക്കുക. നമ്മൾ ഒരു കണ്ടീഷനും ഇല്ല. ഇപ്പോൾ രോഹിത്ത് ഇന്ന് തന്നെ വിളിച്ചു വന്നു. രോഹിത്ത് നമ്മൾ ഒരു അതിപ്പോൾ എത്രയോ ആൾക്ക് കേൾക്കാനുള്ള സാഹചര്യമാവാം. നമ്മൾ വലിയ ഗുരുക്കന്മാർ പറയുന്ന വാക്കുകളൊക്കെ നമസ്കരിച്ചുകൊണ്ട് വരും. നമ്മൾ ഇത്രയേ ഉള്ളൂ, കണ്ടീഷൻ രഹിതമായിട്ടിരിക്കുക. നിങ്ങൾ ചോദിച്ചപ്പോൾ കോഫി, എനിക്ക് കോഫി ഏത് വേണമെന്ന് കണ്ടീഷൻസ് ഇല്ല. ഓക്കെ, ഇന്ന് കോഫി കുടിച്ചാലേ ഞാൻ ഇന്നാവുമെന്ന് പറയാൻ പറ്റില്ലല്ലോ. കപ്പിച്ചു, കോഫി പഞ്ചസാര ഇട്ടില്ലെങ്കിൽ ഇട്ടില്ല, ഇത്രയേ ഉള്ളൂ. അൺകണ്ടീഷണലായിരിക്കുക. ഇതാണ് നമ്മുടെ ഗുരുക്കന്മാരെല്ലാവരും നമ്മുടെ പ്രാക്ടീസ് ചെയ്തത്. അൺകണ്ടീഷനായ കണ്ടീഷൻ വെച്ചോ തീർന്നുകൊണ്ട് ലൈഫ്. അതാണ് വളരെ ലളിതമായി. ഈ ക്ലാസ്സുകൾ, വൈകുന്നേരത്തെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ എന്താ ചെയ്യേണ്ട ആളുകൾ? സിമ്പിൾ. ഞങ്ങൾ മാർക്കറ്റിംഗ് ഒന്നും ചെയ്യുന്നില്ല. ഓക്കെ, ഞങ്ങൾ ആരെയും വിളിച്ചു കൂട്ടാറുമില്ല. ഒരു ക്ലാസ്സിന് പോലും ഞങ്ങൾ ആരെയും വിളിച്ചിട്ട് നിങ്ങൾക്ക് ഈ ക്ലാസ് വേണം ചേർന്നോളൂ, ഒരു മാർക്കറ്റിംഗ് കൊള്ളില്ല. ഞങ്ങൾക്ക് മാർക്കറ്റ് ടീമും ഇല്ല. എനിക്ക് അത് തുടങ്ങിയത് മുതൽ എനിക്കൊരു അഡ്മിൻ, ഇപ്പോൾ അക്കൗണ്ട്സ് ഒക്കെ ചെയ്യാനായിട്ട് 1-2 ആൾക്കാർ, പിന്നെ എൻ്റെ വൈഫ് നല്ല സപ്പോർട്ട് ചെയ്യും. ഞങ്ങൾ രണ്ടുപേരും പ്രൊഫഷണൽസാണ്, ജോലിയാണ്. വൈഫ് സപ്പോർട്ട് ചെയ്യുക. വീട്ടിൽ എപ്പോഴും സപ്പോർട്ട് ആവശ്യമുണ്ടോ, അത് വളരെ കൃത്യമായിട്ട് നടക്കും. അഡ്മിൻ ഞങ്ങളെല്ലാം യൂട്യൂബിന് താഴെയും ഫേസ്ബുക്ക് വാട്സപ്പ് ഗ്രൂപ്പിന് ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അഡ്മിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. 24/7 ആണ് ആ കുട്ടി വർക്ക് ചെയ്യുന്നത്. ഒന്നുമില്ല, വിളിക്കുക, നിങ്ങളുടെ വിഷയം പറയുക. നമ്മൾ കോഴ്സ് എടുക്കാൻ പറയാം. അതിന് വേണമെങ്കിൽ ഞാൻ ഈ സമയത്ത് ഞാൻ 1-to-1 എടുക്കാറുണ്ട്. ചില ആൾക്കാരുടെ വിഷയം കേൾക്കണം, എന്നാൽ മാത്രമേ പേര് അത് വേണമെങ്കിൽ അത് എടുക്കുക. പക്ഷെ അതിനൊക്കെ നമ്മളിപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഫ്രീ അല്ല. അതൊന്നും ഫ്രീ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വേറെ ഒന്നും കൊണ്ടല്ല, പൈസ തരുമ്പോഴേ വാല്യൂ ഉണ്ടാവും. ഉറപ്പായിട്ടും ഇത്ര മാത്രമേ ഉള്ളൂ. അതെടുക്കുന്നു, നമ്മളതിനനുസരിച്ച് നമ്മൾ ബാക്കി മാസമായിട്ട് വരുന്ന ഒരു കൂട്ടം ആളുകൾ ക്ലാസ് എടുക്കുന്നത് ഫ്രീ ആയിട്ടാണോ? എല്ലാ ദിവസവും ഫ്രീ ക്ലാസ് ഒരു 30 മിനിറ്റ്സ് 1 അവർ എല്ലാ ദിവസവും അത് സൂമിൽ പോവുകയും ചെയ്യും. നമ്മൾ ഹൈഡ് ഒന്നുമില്ല, ഒരു കട്ടിങ്ങും ഇല്ല, പേസ്റ്റിങ്ങും ഇല്ല, ഒന്നുമില്ല. സൂമിൽ ഞാൻ ക്ലാസ് എടുക്കുന്നു, ഒരു സബ്ജക്റ്റിനെ പറ്റി പറയുന്നു, അത് പിറ്റേ ദിവസം യൂട്യൂബിലിടുന്നു. അത്രേ ഉള്ളൂ. നമുക്ക് അതിനകത്തൊന്നും. പിന്നെ കോഴ്സുകൾ നിങ്ങൾ സെലക്ട് ചെയ്തോളൂ. നിങ്ങൾക്ക് എന്താണ് ആവശ്യം. എല്ലാം മൈൻഡ് റിലേറ്റഡ്. സ്പിരിച്വാലിറ്റിയിൽ നമ്മൾ മെഡിറ്റേഷൻ, സ്പിരിച്വൽ ക്ലാസ്സുകൾ ഉണ്ട്. അത് വേണ്ടവർ അതെടുത്തോളൂ. ഈ മെഡിറ്റേഷൻ്റെ ഒരു പവർ എങ്ങനെയാണ്? പല ആളുകൾക്കും തെറ്റിദ്ധാരണകളുണ്ട്. ഒരു മെഡിറ്റേഷൻ എന്ന് പറയുന്നത് എന്താണ്, എങ്ങനെയാണ്, അതുകൊണ്ട് എന്താണ് ഗുണം? അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരുപാട് ഗുരുക്കന്മാർ നമ്മുടെ ചാനലിൽ തന്നെ ഇതിനെപ്പറ്റി നന്നായി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. എങ്കിലും ഒരു ബിസിനസ്സുകാരനായ സ്പിരിച്വൽ പാത്തിൽ സംസാരിക്കുന്ന ഒരാളോട് ഞാൻ ചോദിക്കുകയാണ്. ആദ്യം ഒന്ന് പറയാം, ഈ തെറ്റിദ്ധാരണയുള്ള ആൾക്കാരുണ്ടല്ലോ, അവരുടെ യഥാർത്ഥ വിഷയം എന്താണെന്നറിയോ? ധാരണയില്ലാത്തതല്ല, അല്ലേ? ധാരണയില്ലാത്തൊരു കാര്യത്തെ അവരോട് പറഞ്ഞു തന്നിട്ട് എന്ത് മനസ്സിലാക്കാനാ? നമുക്ക് നമ്മുടെ എക്സ്പീരിയൻസേ പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ രോഹിത്തിന് പഞ്ചസാര അറിയില്ല, ഞാൻ പഞ്ചസാരയെ പറ്റി എന്ത് പറയാനാ? അതുകൊണ്ട് മെഡിറ്റേഷൻ അറിയാത്തവരോട് റിക്വസ്റ്റേ ഉള്ളൂ, ചെയ്തു നോക്കൂ. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവും, പിന്നെ പറയാൻ അതിനെപ്പറ്റി. ബാക്കി പറഞ്ഞുതരാം. ലളിതമായി പറയാം. മെഡിറ്റേഷൻ എന്തിനു വേണമെന്ന് വെച്ചാൽ ബാക്കിയൊക്കെ തൽക്കാലത്തേക്ക് വിട്ടേക്ക്. ഞാൻ ന്യൂറോ സയൻസാണ് ഇപ്പോൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്, ക്വാണ്ടം ഫിസിക്സും ന്യൂറോ. നമ്മളെല്ലാം നിയന്ത്രിക്കുന്ന ബ്രെയിനാണ്. തൽക്കാലം അവിടെ നിർത്താം. അതിനപ്പുറത്തേക്ക് ഉണ്ട്. തൽക്കാലം എവിടെയെങ്കിലും ഒരു പോയിന്റിൽ നിർത്താൻ പറ്റും. ന്യൂറോൺസുകളാണ്, വൈബ്രേഷൻസുകളാണ്, എനർജിയാണല്ലോ. വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഇലക്ട്രിക് എനർജിയാണ്. നമ്മൾ ഇലക്ട്രിക് കമ്പിയിൽ പോകുന്ന ഇലക്ട്രിക്കിനെ എല്ലാവരും വിശ്വസിക്കുന്നുണ്ട്, കാണുന്നില്ല. ശരീരത്തിൽ ഇലക്ട്രിക്സ് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ സോക്കോൾഡ് ആൾക്കാരുടെ അങ്ങനെ നടക്കുമെന്ന് ഇല്ലല്ലോ. ഇത് തന്നെയാണ് ഇതിനകത്തുള്ളത്. വിശ്വസിച്ചാലും ഇല്ലെങ്കിൽ അതവിടെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ന്യൂറോൺസുകളുടെ പ്രവർത്തനങ്ങളെ കാം ഡൗൺ ചെയ്യുക എങ്കിൽ മാത്രമേ നമുക്ക് ബ്രെയിനിനെ ശരിയായ രീതിയിൽ ശരിയായി പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. ആ പ്രക്രിയ വേണോ എന്നാൽ മെഡിറ്റേഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഒറിജിനൽ സ്റ്റേറ്റ് നമ്മൾ അതായിരിക്കുക എന്നാണ് മെഡിറ്റേഷൻ അർത്ഥം. ധ്യാനാത്മകമായിരിക്കുക. എന്താണോ നിങ്ങളുടെ ഒറിജിനൽ സ്റ്റേറ്റ് അതിലിരിക്കുക. അവിടെ നിങ്ങൾ കണ്ണടച്ചിരിക്കുന്നു, അല്ലെങ്കിൽ മരത്തിൻ്റെ അടിയിൽ പോയിരിക്കുന്നു, ഗുഹയിലിരിക്കുന്നു, വീട്ടിലിരിക്കുന്നു, ഇതൊന്നും അവിടെ എക്സ്റ്റേണൽ ഫാക്ടറാണ്.
നിനക്ക് എവിടെ ഇരുന്നുകൊണ്ട് നിങ്ങളായിരിക്കാൻ പറ്റും. ഞാനായിരിക്കണ്ട, ദൈവമായിട്ടിരിക്കണ്ട, ബുദ്ധനായിട്ടിരിക്കണ്ട, ഒന്നും വേണ്ട. നിങ്ങളായിട്ടിരിക്കുന്നുണ്ടോ? എത്ര പേർക്ക് ഇപ്പോൾ വീഡിയോ കേൾക്കുന്ന ഓരോ ആളുടെ നമുക്കൊരു കമൻറ്റ് ചോദിക്കാം. നിങ്ങൾക്ക് എത്ര പേർക്ക് 24 മണിക്കൂറിൽ 1 മിനിറ്റെങ്കിലും നിങ്ങളായിട്ടിരിക്കാൻ പറ്റുന്നുണ്ടോ? ഒറിജിനൽ സ്റ്റേറ്റ്. അത് മാത്രമാണ് മെഡിറ്റേഷൻ. മഹാഗുരുക്കന്മാരെല്ലാം ഈ വഴി എന്തിനാണ് കാണിച്ചു തരുന്നത് വെച്ചാൽ, നിങ്ങളായിട്ടിരുന്നാൽ മാത്രമേ നിങ്ങൾക്ക് നമ്മുടെ സ്വത്വത്തിൽ ഇരിക്കാൻ പറ്റുള്ളൂ. അത് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ വലിയ എൻ്റെ ബെനിഫിറ്റ് ഞാൻ പറയാം. ഞാൻ 2 രീതിയിലാണ് മെഡിറ്റേഷൻ. ഞാൻ മെഡിറ്റേഷൻ ഗുരുവായിട്ടൊന്നുമല്ല പറഞ്ഞു. മെഡിറ്റേഷൻ പക്ഷേ നമ്മളെല്ലാം മെഡിറ്റേഷൻ വന്ന ആൾക്കാരുടെ എക്സ്പീരിയൻസ് നിങ്ങൾ യൂട്യൂബ് എടുത്ത് നോക്കിയാൽ മതി. നമ്മളവിടെ മെഡിറ്റേഷൻ ചെയ്യാൻ ഇരിക്കുന്നു, അവരുടെ ലൈഫിൽ മാറ്റങ്ങളുണ്ടാവും. എൻ്റെ ലൈഫിൽ മാറ്റം ഉണ്ടായിരുന്നു, അത് ഞാൻ പറഞ്ഞു കൊടുക്കുന്നു, മാറ്റങ്ങളുണ്ടാവും. അവരെല്ലാവരുടെയും ലൈഫ് മാറ്റം ഉണ്ടാകും. കാല് വേദനിക്കുന്നവർ, കൈ വേദനിക്കുന്നവർ, ദേഹവേദനയുള്ളവർ, മറ്റു കാര്യങ്ങൾ, വലിയ വിഷയം, ഇതൊക്കെ ഒരുപാട്. അതൊന്നും ഞാനിപ്പോൾ ഇവിടെ പറയാൻ ഞാൻ ക്ലെയിം ചെയ്യുന്നില്ല, ഞാനല്ല കേട്ടോ. നമുക്ക് ആർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവർ മാറുന്നു. നിങ്ങളായിരിക്കുമ്പോൾ എല്ലാം മാറ്റം ഉണ്ടാവും. പിന്നെ 2 രീതി മെഡിറ്റേഷനാണ് സംഭവം. ഒന്ന് നമ്മുടെ ഈ പറഞ്ഞ മെഡിറ്റേഷൻ, അതിന് നമ്മൾ സ്പിരിച്വൽ മെഡിറ്റേഷൻ എന്ന് പറയാം. അപ്പോൾ പോകണ്ട, അമ്പലത്തിലേക്കൊന്നും കയറി പോകണ്ട, ഇവിടെ തന്നെ. രണ്ടാമത്തേത് നമ്മൾ ചെയ്യുന്ന ഇൻറ്റൻസീവ് മെഡിറ്റേഷൻ, അതായത് ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടി നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യും. ഇത് മാനിഫെസ്റ്റേഷൻ. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ പറയുകയാണ്, ഒരാൾ ഒരു ജോലി വേണം. നമുക്ക് ഇഷ്ടം പോലെ എക്സ്പീരിയൻസ്, 100 കണക്കിന് എക്സ്പീരിയൻസ് ഉള്ളത്. ഞങ്ങളിൽ ഇവിടെ പരാമർശിക്കാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ, ലോട്ടറി അടിക്കുന്ന മാനിഫെസ്റ്റേഷൻ ഒക്കെ ഉണ്ട് കേട്ടോ. ഇന്നലെയും ഭയങ്കര രസമുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഒരു കാര്യം നമുക്ക് നേടാം. ഇപ്പോൾ രോഹിത്തിൻ്റെ കഥ പറഞ്ഞു, ഇലക്ഷൻ ക്യാമ്പയിൻ. എന്തുകൊണ്ട് ഇലക്ഷനിൽ രോഹിത്ത് ജയിച്ചില്ല എന്നതിൻ്റെ ജയിച്ചിരുന്നെങ്കിൽ വേറൊരു അവസ്ഥയായിരുന്നു. അതിപ്പോൾ തൽക്കാലം ഒന്നും വിട്ടാൽ, നമ്മളുടെ ഒരു കാര്യം നേടാനായിട്ട് യഥാർത്ഥത്തിൽ നമുക്ക് എന്താ വേണ്ടത്, എന്ത് ചെയ്താലും നമുക്ക് നേടാൻ പറ്റും. എന്ത് കാര്യമാവട്ടെ നേടണമെങ്കിൽ യഥാർത്ഥത്തിൽ എന്ത് ചെയ്താലും നമുക്ക് നേടാൻ പറ്റുക. ആദ്യം ആ സാധനം എനിക്ക് വേണമെന്ന് പൂർണ്ണമായിട്ടുള്ള നമുക്ക് ഒരു വിശ്വാസം വേണം. എനിക്ക് പറ്റുമെന്നും എനിക്കത് നേടാമെന്നും. അല്ലാത്ത നേടില്ലല്ലോ. ഇല്ല. പിന്നെ വെറുതെ ഇരുന്ന് നേടാൻ പറ്റുമോ? പറ്റില്ല. ശ്രദ്ധ വേണം അതിലേക്ക്, അല്ലേ? എനിക്കതിൽ ശ്രദ്ധിക്കാൻ പറ്റണം. ഒരു ട്രെയിനിൽ നിങ്ങൾ കയറാൻ പോവുകയാണെങ്കിലും ട്രെയിൻ എത്ര മണിക്ക് വരും, എങ്ങനെ വരും, എവിടെ എത്തും എന്നുള്ള ശ്രദ്ധ വേണം. ഇതില്ലാതിരുന്നു കഴിഞ്ഞാലോ ഒരിക്കലും നേടാൻ പറ്റില്ല. മെഡിറ്റേഷനിൽ ഈ സാധനത്തെ നിങ്ങൾക്ക് മെഡിറ്റേഷനോട് ഇത് കണക്ട് ചെയ്ത് തന്നാലോ. ഇപ്പോൾ ഒരു ജസ്റ്റ് ഉദാഹരണം ചോദിക്കാം. നിങ്ങൾ ഒരു ഉദാഹരണം പറയാം, നിങ്ങളൊരു ബിൽഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു, ഇല്ലേ? നിങ്ങൾക്ക് ആ ബിൽഡിങ്ങിൻ്റെ പിക്ചറില്ല, നിങ്ങൾക്ക് ആ ബിൽഡിംഗ് എങ്ങനെ വേണമെന്നില്ല, അതിലെന്ത് വേണമെന്ന് അറിയില്ല. ബിൽഡിംഗ് വേണം. എന്താ കിട്ടുക? അഥവാ ഇനി ഒരെണ്ണം കിട്ടി, ഇത് നിങ്ങൾക്കത് നമ്മുടെ ഇത് മാത്രമേ ഉള്ളൂ. നമുക്ക് എന്താ വേണ്ടത് അതിലേക്ക് ശ്രദ്ധിക്കുക, ഫോക്കസ്. ഞാൻ മെഡിറ്റേഷൻ ചെയ്യിപ്പിക്കുന്നത് ആദ്യം വരുമ്പോൾ എന്താ വേണ്ടത് എഴുതും, കൃത്യമായി എഴുതും, ക്ലാരിറ്റി വരുത്തും. എന്നിട്ട് അതിനെ വിഷ്വലൈസ് ചെയ്യുക, അതിനു വേണ്ടിയിരിക്കുക. എന്നിട്ട് അങ്ങോട്ടും വിട്ടുകൊടുക്കുക. കാരണം ഈ വേണ്ടതൊന്നും ഇവിടെ ഈ യൂണിവേഴ്സിൽ ഇല്ലാത്തൊരു സാധനം നിങ്ങൾ ആരും ആഗ്രഹിക്കുന്നില്ലല്ലോ. അങ്ങനെ ഒരാൾക്ക് പറ്റിയിട്ടുമില്ല ഇതുവരെ, അല്ലേ? ഈ പ്രപഞ്ചത്തിലില്ലാത്തൊരു സാധനം ആർക്കും പറ്റിയിട്ടില്ലല്ലോ. അപ്പം അതിനർത്ഥം യൂണിവേഴ്സിലുള്ളത് മാത്രം നിങ്ങൾ ആഗ്രഹിക്കുന്നു. ആ സാധനത്തെ നമ്മളെ സൃഷ്ടിച്ച് ഇവിടെ മനസ്സിലാക്കിയാൽ മാത്രം പോരെ, അതൊക്കെ വരില്ലേ? ഇതെല്ലാവർക്കും വന്നിട്ടുണ്ട്. ഞാൻ ഓരോ ദിവസവും നടന്നു പോകുന്നത്. ഇന്നലത്തെ പ്രോഗ്രാമിൽ ഞാൻ ഇവരോട് പറഞ്ഞിരുന്നു, ജസ്റ്റായിട്ട് പറയാം. ഞാൻ പറഞ്ഞിരുന്നു, നിങ്ങൾ എന്നെ എത്ര തലകുത്തി പറയേണ്ട, വലിയ വെച്ചാൽ നിങ്ങൾ വെറുതെ ഇരുന്നാലും 101 ആൾക്കാർ ആ ക്ലാസ്സിൽ പങ്കെടുക്കും. അതാണ് സെറ്റ് കഴിഞ്ഞു. ഇന്നലെ പങ്കെടുത്ത ആൾ രജിസ്ട്രേഷൻ 101, വന്നത് 103 ആൾക്കാർ. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇത് നമ്മൾ ക്ലാരിറ്റി വരുത്തി കൊടുത്താൽ മതി, ബാക്കി യൂണിവേഴ്സ് നടത്തിക്കോളും. യെസ്, നമ്മൾ ടാർഗറ്റ് സെറ്റ് ചെയ്യാം. അങ്ങനെ പറയാം, നമുക്ക് ടാർഗറ്റ് സെറ്റ് ചെയ്യാം. എന്താ വേണ്ടത്, അതാണ് ക്ലാരിറ്റി. നിങ്ങളിപ്പോൾ സെയിൽസ് ചെയ്യുമ്പോൾ എന്തിനാണ് ടാർഗറ്റ് ചെയ്യുന്നത്? നിങ്ങൾക്ക് എന്താ വേണ്ടത്, എന്നിട്ടല്ലേ നിങ്ങൾ ഹോണ്ട് ചെയ്യുള്ളൂ. അതേ ഉള്ളൂ. ഇത് കിട്ടിയാലേ പ്രവർത്തിക്കാത്ത ഒരു സാധനം ലോകത്ത് കിട്ടത്തില്ല, ഒന്നും കിട്ടില്ല, വെറുതെ ഇരുന്നാൽ കിട്ടത്തില്ല. അങ്ങനെ ആരും വിശ്വസിക്കാൻ വേണ്ട. മോട്ടിവേഷനൊക്കെ നടത്തിക്കോളൂ. കമോൺ ഗൈസ്, ഇതൊക്കെ വർക്ക് ചെയ്യണമെങ്കിൽ അത് ഫീൽഡിൽ ഇറങ്ങണം. നമ്മളത് മാത്രം പറഞ്ഞല്ല, ഫീൽഡിൽ ഇറങ്ങാത്ത എങ്ങനെ സംഭവിക്കും? ഒന്നും സംഭവിക്കില്ല. ഇത്രയേ ഉള്ളൂ.